ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി ടേസ്റ്റി ബോട്ടണി. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു എക്സാം ക്വിക്ക് റിവിഷനാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇത് ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അതിൽ വന്നത് ഫസ്റ്റ് വൺ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഓർഗാനിസംസിനെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. ഹി ക്ലാസിഫൈഡ് ദ പ്ലാന്റ്സ് ഇൻടു ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. രണ്ടായിട്ട് പ്ലാന്റ്സിനെ ട്രീസും ഷ്രബ്സും ഹെർബ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ആനിമൽസ് വിത്ത് RBC റെഡ് ബ്ലഡ് ഉള്ള ആനിമൽസ് വിത്തൗട്ട് RBC, അങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തത്. ദെൻ പിന്നീട് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പിന്നെ ഉള്ളതാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കാർലസ് ലിന്നയസ് ആണ്. ലിന്നയസ് ക്ലാസിഫൈഡ് ദ ഓർഗാനിസംസ് ഇൻടു 2 kingdoms. The kingdoms are kingdom Plantae and kingdom Animalia. അങ്ങനെ 2 കിങ്ഡംസ് ആയിട്ടാണ് ലിന്നയസ് ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഓർഗാനിസംസിനെ 2 കിങ്ഡംസ് ആയിട്ട് തിരിക്കുമ്പോൾ അതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ അത് നോക്കാം നമുക്ക്. It cannot distinguish between eukaryotes and prokaryotes. ഇങ്ങനെ പ്ലാന്റ് അനിമാലിയ എന്ന് പറഞ്ഞ് 2 ആയിട്ട് തിരിക്കുമ്പോൾ യൂകാരിയോട്സിനും പ്രോകാരിയോട്സിനും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയില്ല. Then also unicellular and multicellular organismsനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയില്ല. Then അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള അതുപോലെ നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ തമ്മിലുള്ള ഡിഫറൻസ് അവർ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ആരുടെ ക്ലാസിഫിക്കേഷന് പറ്റിയില്ല? ലിന്നയസിന്റെ ക്ലാസിഫിക്കേഷന് പറ്റില്ല. നിങ്ങൾ പറയുമ്പോൾ തന്നെ ഈ നോട്ട്സ് എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ പിന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും എക്സാമിന്. അപ്പോൾ ഇങ്ങനെ ലിന്നയസിന്റെ ക്ലാസിഫിക്കേഷനാണ് പിന്നീട് നടന്നത്. ദെൻ ഇനി ഉള്ള ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ ആക്കിയപ്പോൾ നമുക്ക് വേറെ ഒരു ക്ലാസിഫിക്കേഷന്റെ ആവശ്യം വന്നു. അതാണ് പിന്നീട് RH വിറ്റാക്കറുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. RH വിറ്റാക്കർ ഇപ്പോൾ മറ്റുള്ളവരൊക്കെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രം ബേസ് ചെയ്തുകൊണ്ട്, പുറമെ കാണുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ക്ലാസിഫൈ ചെയ്ത് വെച്ചാൽ RH വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് ബേസ്ഡ് ഓൺ, അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, സെൽ സ്ട്രക്ചർ, സെല്ലിന്റെ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, എങ്ങനെയാണ് അവിടെ താലസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ അവിടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ റീപ്രൊഡക്ഷൻ, അവിടെ പ്രത്യുൽപാദന രീതികൾ എങ്ങനെയാണ്, ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, അതായത് അവരുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടാണ് RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തത്. ഹി ക്ലാസിഫൈഡ് ദ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ സെൽ സ്ട്രക്ചർ, thallus organization, mode of nutrition, reproduction and phylogenetic relationship. കേട്ടോ, ഇങ്ങനെ ഓർത്ത് വെക്കാറുണ്ട്. CT-MRP, CT സ്കാനിന് MRP അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. Then these 5 kingdoms are, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായ 5 കിങ്ഡംസ് ആണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിച്ചിട്ടുണ്ടാവും ഈ 5 കിങ്ഡംസ്, അറിയുണ്ടാവും. എന്നാലും നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് പോവാണ്. അത് കിങ്ഡംസ് ആർ കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചി, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമാലിയ. കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റേ ആൻഡ് ആനിമാലിയ, ഇങ്ങനെ 5 കിങ്ഡംസ് ആയിട്ടാണ് RH വിറ്റാക്കർ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ലിന്നയസിന്റെ ക്ലാസിഫിക്കേഷൻ. പിന്നീട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്, ദാറ്റ് പ്രപ്പോസ്ഡ് ബൈ RH വിറ്റാക്കർ. ഇനി ഇവിടെ വളരെ ബ്രീഫ് ആയിട്ടൊന്ന് പറയാണ് വെച്ചാൽ നമുക്ക് നോക്കാം. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ് ആൻഡ് ആനിമാലിയ. അതിൽ ഈ മൊനീറ വരുമ്പോൾ മൊനീറ യൂണിസെല്ലുലാർ ആണ്, ഒറ്റ സെല്ലുള്ള ഓർഗാനിസംസ് ആണ്. പ്രോകാരിയോട്ടിക് ആണ്. പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസോ അല്ലെങ്കിൽ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള സെൽ ഓർഗനൽസോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് എന്ന് പറയാ.
കിങ്ഡം മൊനീറയിൽ ദേ മേ ബി ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നത്, ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്, അല്ലെ, മറ്റ് ജീവജാലങ്ങളെ ആശ്രയിക്കുന്നവയാണ് നമ്മൾ ഹെറ്ററോട്രോഫിക് എന്ന് പറയാം. അപ്പൊ ഈ കിങ്ഡം മൊനീറ എടുത്തു കഴിഞ്ഞാൽ ദേ ആർ യൂണിസെല്ലുലാർ, ഒറ്റ സെല്ലുള്ളൂ, പ്രോകാരിയോട്ടിക് ആണ്, ഓട്ടോട്രോഫിക് അല്ലെങ്കിൽ ഹെറ്ററോട്രോഫിക്, ഇതൊക്കെ ഇതിൽ കാണുന്നുണ്ട്. കിങ്ഡം പ്രോട്ടിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ, പക്ഷെ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക്, അതായത് ഇവക്ക് യൂണിസെല്ലുലാർ ആണെങ്കിലും ഇവക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ യൂണിസെല്ലുലാർ, യൂകാരിയോട്ടിക് ആൻഡ് ദേ മേ ബി ഓട്ടോട്രോഫിക് ഓ ഹെറ്ററോട്രോഫിക്. പിന്നീട് നമുക്ക് കിങ്ഡം ഫഞ്ചൈ ആണ്. കിങ്ഡം ഫഞ്ചൈ എല്ലാം മിക്കവാറും എണ്ണം മൾട്ടി സെല്ലുലാർ ആണ്. അതിൽ ഈസ്റ്റ് പോലത്തെ ഒന്നൊക്കെയാണ് ഇത് യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്നുള്ളൂ, അല്ലെ. മൾട്ടി സെല്ലുലാർ കുറെ സെല്ലുകളുള്ള യൂകാരിയോട്ടിക്, ഹെറ്ററോട്രോഫിക് ആണ്. അവ മറ്റുള്ളവയെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. കിങ്ഡം പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവയും മൾട്ടി സെല്ലുലാർ ആണ്, ദെൻ യൂകാരിയോട്ടിക് തന്നെയാണ്, ദെൻ ഓട്ടോട്രോഫിക് ആണ്, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവയാണ് കിങ്ഡം പ്ലാന്റയിൽ വരുന്നത്. ആനിമാലിയ വരുമ്പോൾ ദേ ആർ ഓൾസോ മൾട്ടി സെല്ലുലാർ, യൂകാരിയോട്ടിക്, but they are heterotrophic, they depend other organisms, so they depend plants and animals for their food. അതിനാണ് നമ്മൾ ഹെറ്ററോട്രോഫിക് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെയൊക്കെ മൊത്തം ഒരു ഐഡിയ കിട്ടും. ഇതിൽ കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റും യൂണിസെല്ലുലാർ ആണ്. ഇനി പ്രോകാരിയോട്ടിക് എടുത്ത് നോക്കിയാൽ കിങ്ഡം മൊനീറ മാത്രമാണ് ഇവിടെ പ്രോകാരിയോട്ടിക് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ മൾട്ടി സെല്ലുലാർ ആണ്, ഇവിടെ ഉള്ളതൊക്കെ യൂകാരിയോട്ടിക് ആണ്. ദെൻ കിങ്ഡം പ്ലാന്റ് ഓട്ടോട്രോഫിക്, കിങ്ഡം പ്ലാന്റ്, അതുപോലെ ഫഞ്ചയും ആനിമാലിയും എന്തായാലും ഹെറ്ററോട്രോഫിക് ആണ്. മറ്റ് രണ്ടുള്ളവ ഓട്ടോട്രോഫിക് ആവാം, ഹെറ്ററോട്രോഫിക് ആവാം. അപ്പൊ ഇങ്ങനെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റ് കിങ്ഡം ആണ് കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും മൈക്രോസ്കോപ്പിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ജീവജാലങ്ങളെയാണ് കിങ്ഡം മൊനീറയിൽ വരുന്നത്, അല്ലെ. ഓൾ പ്രൊകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, അല്ലെ. എന്ന് വെച്ചാൽ ഈ പ്രൊകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ദ ലാക്ക് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, അതായത് അവർക്ക് നല്ലൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ലേ, അതായത് അവിടെ ന്യൂക്ലിയർ മെറ്റീരിയൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുക ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെല്ലാം ഒരുപാടുണ്ട്, എല്ലായിടത്തും പെട്ടെന്ന് മൾട്ടിപ്പിൾ ചെയ്യുന്ന എല്ലായിടത്തും കാണുന്ന ഈ ജീവജാലങ്ങളാണ് കിങ്ഡം മൊനീറയിൽ. നമുക്കൊന്നും കാണാൻ പറ്റാത്ത ജീവജാലങ്ങളാണ് മിക്കവാറും കിങ്ഡം മൊനീറയിൽ വരുന്നത്. ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ ആണ് ബാക്ടീരിയ. അപ്പൊ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ടച്ച് ചെയ്ത് പോവാണ്. തന്നെ വേണമെങ്കിൽ ആ നോട്ട്സ് ഒക്കെ ഇങ്ങനെ എഴുതി പോയിക്കോളൂ. ഞാൻ പറയുമ്പോൾ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ദേ ആർ മോസ്റ്റ് അബൻഡന്റ് ഓർഗാനിസം ഒക്കെ ആൾമോസ്റ്റ് എവ്രിവെയർ, എല്ലായിടത്തും നമുക്ക് ആരെ കാണാൻ പറ്റും? ബാക്ടീരിയകളെ കാണാൻ പറ്റും. അപ്പോൾ ദേ ലിവിങ്, അപ്പോൾ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, എല്ലായിടത്തും ക്ലോസറ്റിൽ നിറയേണ്ട, ഓരോരുത്തർ വായ പൊളിച്ചു കഴിഞ്ഞാൽ നിറയേണ്ട, അപ്പൊ അതിലൊക്കെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദെൻ ഇപ്പോൾ കൊറോണ വൈറസ് ഒക്കെ എവിടേക്കാന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല, അത്രക്കുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കാം, നമുക്ക് ദേ ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്, ഡെസേർട്ട്, നല്ല ഹോട്ടായിട്ടുള്ള അരുവികളില്, അതുപോലെ മരുഭൂമികളില്, അതുപോലെ നല്ല തണുപ്പുള്ള സ്നോയിൽ, അതുപോലെ ഡീപ്പ് ഓഷ്യൻസിൽ, എല്ലായിടത്തും നമുക്ക് ആരെ കാണാൻ പറ്റും? ബാക്ടീരിയകളെ കാണാൻ പറ്റും. മെനി ഓഫ് ദം ലിവ് ആസ് പാരസൈറ്റ്സ്, മിക്കവാറും അവ എന്താണ്? പാരസൈറ്റുകളായിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ മക്കളെ, നോക്കൂ, ഇതൊരു ബാക്ടീരിയ ആണ്, കണ്ടോ. ദെൻ ബാക്ടീരിയകള് ഷേപ്പ്, അല്ലെ, റൗണ്ട് സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ട്, റോഡ് ഷേപ്പ് ഉണ്ട്, സ്പൈറൽ ഷേപ്പ് ഉണ്ട്, കോമ ഷേപ്പ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ബാക്ടീരിയകൾ അവിടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് 4 ആയിട്ട് തിരിക്കാം. അത് എക്സാമിന് എന്തായാലും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ സിമ്പിൾ ആണ്. സോ സ്ഫെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ നോൺ ആസ് കോക്കസ്, and root shaped bacteria known as bacillus, spiral shaped bacteria known as perillum, and coma shaped bacteria known as vibrio. ഇത് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഒന്നാണ്. കോക്കസ് സ്ഫെറിക്കൽ, ബാസിലസ് റോഡ് ഷേപ്പ്, സ്പിറിലം സ്പൈറൽ ഷേപ്ഡ്, ആൻഡ് വിബ്രിയോ കോമ ഷേപ്ഡ്. ഓക്കെ, ആൻഡ് ദെൻ ഇനി ബാക്ടീരിയകളെ നമുക്കൊന്ന് ഗ്രൂപ്പ് ആക്കി നോക്കാം. മെയിൻലി നമ്മൾ 3 ഗ്രൂപ്പുകളായിട്ട് നമുക്കൊന്ന് തരംതിരിച്ചു നോക്കാം. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ആർക്കി ബാക്ടീരിയ, ദ സെക്കൻഡ് വൺ യു ബാക്ടീരിയ, ആൻഡ് തേർഡ് വൺ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, ആൻഡ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ക്ലിയർ ആവുന്നില്ലേ മക്കളെ? ഓക്കെ, ആൻഡ്
ആൻഡ് ദെൻ ഇനി നമ്മുടെ ഫസ്റ്റ് വൺ ആർക്കിബാക്ടീരിയ. ആർക്കിബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ദി സ്പെഷ്യൽ ബാക്ടീരിയ വിച്ച് ലിവ് ഇൻ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ്. അതായത് നല്ല ബുദ്ധിമുട്ടുള്ള, നമ്മളെ പോലെ നല്ല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പൊരുതി ജയിച്ചു വരുന്നവരാണ് ഈ ആർക്കിബാക്ടീരിയാസ്. ദി സ്പെഷ്യൽ ബാക്ടീരിയ വിച്ച് ലിവ് ഇൻ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ് സച്ച് ആസ് ഏതൊക്കെയാ? ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി സോൾട്ടി ഏരിയാസിൽ ഒരുപാട് പ്രാവശ്യം എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 3 എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഹാലോഫൈൽസ് എന്ന് പറഞ്ഞ സോൾട്ടി ഏരിയാസിൽ, എക്സ്ട്രീംലി സോൾട്ടി ഏരിയാസിലാണ് ഹാലോഫൈൽസിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീടുള്ളതാണ് തെർമോ ആസിഡോഫൈൽസ്. തെർമോ ആസിഡോഫൈൽസ് നമുക്ക് കാണാൻ പറ്റുന്നത്, തെർമോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടിയെടുത്ത ഹോട്ട് സ്പ്രിങ്സിൽ, അതായത് നല്ല ഹോട്ട് ആയിട്ടുള്ള അരുവികളിലാണ് തെർമോ ആസിഡോഫൈൽസിനെ കാണാൻ പറ്റുന്നത്. Then methanogens are found in marshy areas. കാണുന്ന ബാക്ടീരിയാസിന് പറയുന്ന പേരാണ് മെത്തനോജൻസ്. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആട്ടോ, ഇതിൽ ഏറ്റവും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഇവ ജീവിക്കുന്നത് അത്രയും ഹാർഷ് ആയിട്ടുള്ള എൻവയറമെന്റൽ കണ്ടീഷൻ ആണ്. സോ അവയ്ക്ക് നല്ല തൊലിക്കെട്ട് വേണം അല്ലെ. ദേ ഹാവ് എ ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ റെസ്പോൺസിബിൾ ഫോർ ദിയർ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. അതായത് നല്ല സെൽ വാൾ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സെൽ വാൾ സ്ട്രക്ചർ ഉണ്ട് ഈ ആർക്കി ബാക്ടീരിയകൾക്ക്. ഓക്കെ മക്കളെ, ആൻഡ് ദെൻ ഈ ആർക്കി ബാക്ടീരിയകളുടെ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ബഫലോന്റെ, അത് കൗവിന്റെ ഒക്കെ തന്നെ, പശുവിന്റെ, കാളന്റെ, ഇതിന്റെ ഒക്കെ തന്നെ ഗട്ടുകൾ, അതിന്റെ കുടലിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണുന്നുണ്ട്? മെത്തനോജൻസ് എന്ന് കാണുന്നുണ്ട്. മെത്തനോജൻസ് ബാക്ടീരിയകൾ ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് ബയോഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഈ മെത്തനോജൻസ് ബാക്ടീരിയകളാണ് ബയോഗ്യാസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. സോ മെത്തനോജൻസ് present in gut of several animals such as buffalo and cow responsible for the production of methane gas or biogas from the dung of these animals. അല്ലെ, ബയോഗ്യാസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? മെത്തനോജൻസ് ആണ്. അത് വരുന്ന ഗ്രൂപ്പ് ഏതാണ്? ആർക്കി ബാക്ടീരിയയുടെ ഗ്രൂപ്പിലാണ് കാണുന്നത് അല്ലെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതുമല്ലോ. ഓക്കെ, ആൻഡ് ദെൻ ഇനി മക്കളെ യു ബാക്ടീരിയ ആണ്. യു ബാക്ടീരിയ ആണ് ശരിക്കുള്ള ബാക്ടീരിയ. There are 2 bacteria having a rigid cell wall and if motile flagella. അവർക്ക് നല്ലൊരു സെൽ വാൾ ഉണ്ട്, അത് മോട്ടൈൽ ആണ്. നമുക്കറിയാം മോട്ടൈൽ ആവുമ്പോൾ അവർക്ക് എന്തായാലും ഫ്ലജല്ല ഉണ്ടാവും അല്ലെ, ചലിക്കാൻ വേണ്ടിയിട്ട്. ഇവയെ നമുക്ക് രണ്ടാക്കിയിട്ട് തിരിക്കാം. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആൻഡ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. അതായത് ഓട്ടോട്രോഫ്സ് ആണ് ഇവയെ മെയിൻ ആയിട്ടുള്ളവ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അവ ആഹാരം ഉണ്ടാക്കുന്നു. അപ്പൊ നോക്കാം, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. എന്താ വ്യത്യാസം നോക്കാം നമുക്ക്. ഓക്കെ, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ദേ ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗേ ഓർ സൈനോ ബാക്ടീരിയ അല്ലെ. ബ്ലൂ ഗ്രീൻ ആൽഗകൾ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ എന്നാണ് ഇവയെ നമ്മൾ പറയാം അല്ലെ. വെള്ളത്തിന്റെ മുകളിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗകൾ. അവിടെ പ്രത്യേകത നോക്കാം. ദേ ആർ യൂണിസെല്ലുലാർ അല്ലെ, ഒറ്റ സെല്ലുള്ളൂ. കൊളോണിയൽ, ഇവരെന്താണ് കോളനി ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഓ ഫിലമെന്റസ്, ഫിലമെന്റ് ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഫിലമെന്റ് ആയിട്ട് കാണും. മെറൈൻ ആൻഡ് ടെറസ്ട്രിയൽ ആൽഗെ എല്ലായിടത്തും കാണുന്നുണ്ട്. മെറൈനിൽ കടൽ വെള്ളത്തിൽ, അതുപോലെ ടെറസ്ട്രിയലൊക്കെ കരയിലൊക്കെ കാണുന്നുണ്ട്. ഇവയുടെ അടുത്ത പ്രത്യേകത ദ കോളനീസ് ആർ സറൗണ്ടഡ് ബൈ ജലാറ്റിനസ് ഷീത്ത്. ഒരു ഷീത്ത് കൊണ്ട്, ജലാറ്റിനസ് ഷീത്ത് കൊണ്ട് അവയുടെ കോളനികളെ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിന്റെ മുകളിൽ ഒരു ഷീത്ത് കാണാം. ദെൻ പിന്നീട് ഉള്ളത് some of these can fix atmospheric nitrogen by specialized cells called heterocyst
അതായത് ഇവിടെ ചില എണ്ണത്തിന് എന്ത് ചെയ്യുക, ഹെറ്ററോസിസ്റ്റ്. അപ്പൊ ഈ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സെല്ലുകളുടെ പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഹെറ്ററോസിസ്റ്റ്. ഇപ്പൊ സം ഓഫ് ദിസ് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ബൈ സ്പെഷ്യലൈസ്ഡ് സെൽസ് കാൾഡ് ഹെറ്ററോസിസ്റ്റ്. അപ്പൊ ഈ ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞ സെല്ലുകൾ വഴി നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവാർക്കുണ്ട്. ഇവയിലെ സൈനോ ബാക്ടീരിയകൾക്ക് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക് ആൻഡ് അനാബീന. നോസ്റ്റോക്കിനും അനാബീനക്കും എന്തുണ്ട്, ഹെറ്ററോസിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് നമ്മളെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിൽ വരുന്നത്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആർ മെയിൻലി ബ്ലൂ ഗ്രീൻ ആൽഗെ ഓ സയനോ ബാക്ടീരിയ. പിന്നെയുള്ളത് അവിടെ ജലാറ്റിന് ഷീത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അവയിൽ ചിലതിന് ഹെറ്ററോസിസ്റ്റ്, ഇത് നമ്മൾ ഓർത്തു വെക്കണം. ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫിക്സിംഗ് സെല്ലുകൾ കാണുന്നുണ്ട്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, കണ്ടോ ഇവിടെ ഹെറ്ററോസിസ്റ്റ് കണ്ടോ, വലിയ സെല്ലുകൾ, ഇതിന്റെ ഇടയിൽ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സെല്ലുകളാണ് ഹെറ്ററോസിസ്റ്റുകൾ. Then next, കീമോസിന്തറ്റിക്. ഇപ്പൊ നമ്മൾ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് അതിന് എനർജി ഉപയോഗിക്കുന്നവരാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. ഇനി കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ കീമോസിന്തസിസ് നടത്തിയിട്ട്, അതായത് കെമിക്കൽസിന് സിന്തസൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. സോ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് oxidize various inorganic substances like nitrates, nitrites, ammonia, and they use released energy for their ATP production. ഇവയൊക്കെ ഇപ്പൊ നൈട്രേറ്റിനെയും അമോണിയനും ഒക്കെ തന്നെ എന്ത് ചെയ്യാണ്, അവ ഡീകമ്പോസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എനർജി വെച്ചിട്ടാണ് അവയിൽ ATP പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ബാക്ടീരിയകൾ ഉള്ളത് കൊണ്ടാണ് പ്രകൃതിയില റീസൈക്ലിംഗ് നടക്കുന്നത്. അതായത് നൈട്രജന്, ഫോസ്ഫറസ്, അയൺ, സൾഫർ, ഈ മൂലകങ്ങളൊക്കെ തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള ബാക്ടീരിയകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇവയ്ക്ക് പറയുന്ന പേരാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. ഓക്കെ, ഇനിയുള്ളത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഇപ്പൊ നമ്മൾ ഓട്ടോട്രോഫിക് പറഞ്ഞു, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ഒക്കെ പറഞ്ഞു അല്ലെ, ഓർക്കുന്നുണ്ടോ? ഓക്കെ, ആൻഡ് ദെൻ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്ത് അവയെ ഉപദ്രവിച്ചിട്ടൊക്കെ ജീവിക്കുന്നവരാണ് അല്ലെ, അവരെയാണ് നമ്മൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയാം. അപ്പൊ ദി ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ്, മറ്റുള്ളവയെ ആശ്രയിക്കുന്നു. ദേ ആർ അബണ്ടന്റ് ഇൻ നേച്ചർ അല്ലെ, ഒരുപാട് പ്രകൃതിയിൽ നിറയെ കാണുന്നുണ്ട്. ദേ ആർ മോസ്റ്റ്ലി ഡീകമ്പോസേഴ്സ്, ഡീകമ്പോസിഷൻ അവർ സഹായിക്കുന്നുണ്ട്. ദെൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൽ മാത്രമല്ല കേട്ടോ, ഇവ ഉള്ളത് കൊണ്ടാണ് ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക് അല്ലെ, പാലിനെ തൈരാക്കാൻ സഹായിക്കുന്നുണ്ട്. ദേ ഹെൽപ് ടു പ്രൊഡ്യൂസ് ആന്റിബയോട്ടിക്സ് അല്ലെ, ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നൈട്രജൻ ഫിക്സേഷൻ, ലെഗുമിനസ് പ്ലാന്റുകളിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത് ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയിലാണ്. ദെൻ പിന്നീടുള്ളത് സം ഓഫ് ദം ആർ പാത്തോജൻസ് അല്ലെ, രോഗം ഉണ്ടാക്കുന്നവർ ഏതൊക്കെയാ, കോളറന്റെ ബാക്ടീരിയ, ടൈഫോയിഡ്, ടെറ്റനസ്, പ്ലാന്റുകളുടെ കേസിലാണെങ്കിൽ സിട്രസ് ക്യാങ്ക, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ് ആര്, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ അല്ലെ. അപ്പൊ അവയെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട്, ദോഷമുണ്ട്. അവ എന്താണ്, ദ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. Okay, and then moving on to the next one, heterotrophic bacteria. നോക്കാം നമുക്ക് heterotrophic bacteria, the bacteria reproduce mainly by fission. ഇവയുടെ വേറെ അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫിഷൻ മുഖേനയാണ്. സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ആൾസോ പ്രൊഡ്യൂസ് സ്പോർസ് ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ അല്ലെ, അൺഫേവറബിൾ കണ്ടീഷനിൽ അവ സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ബൈ ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ. അതായത് DNA ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ അത്രയും ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ, ദെൻ ഇനി നമുക്ക് ഏറ്റവും ചെറിയ ഒരു ജീവിയാണ് മൈക്കോപ്ലാസ്മ. They are the smallest living cells. നമുക്ക് ഇപ്പൊ അറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ലിവിങ് സെല്ലുകളാണ് മൈക്കോപ്ലാസ്മ. ദി കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വാൾ അല്ലെ, അവയ്ക്ക് പൂർണ്ണമായിട്ട് സെൽ വാൾ ഇല്ലാത്ത ജീവജാലങ്ങളാണ് മൈക്കോപ്ലാസ്മ. ആൻഡ് ദി ക്യാൻ സർവൈവ് വിതൗട്ട് ഓക്സിജൻ
ഓക്സിജൻ ഇല്ലാണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ആർ പാത്തോജനിക് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അല്ലെ. ആനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ രോഗം ഉണ്ടാക്കുന്ന ജീവജാലങ്ങളാണ് ഈ മൈക്കോപ്ലാസ്മ. നമുക്ക് രണ്ടാമത്തെ കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾ യൂണിസെല്ലുലാർ ആൻഡ് യൂകാരിയോട്ടിക്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ഒറ്റ സെല്ലേ ഉള്ളൂ, പക്ഷെ അവ യൂകാരിയോട്ടിക് ആണ്. അവയിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അവരുടെ പ്രത്യേകത നോക്കാം നമുക്ക്. ദേ മോസ്റ്റ്ലി ആർ അക്വാട്ടിക് ആൻഡ് ക്യാൻ ലിവ് ഇൻ മോയിസ്റ്റ് പ്ലേസസ് അല്ലെ. അധികം എണ്ണം എന്താണ് അക്വാട്ടിക് ആണ്, വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നവരാണ്. ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദേ ഫോം എ ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചാൽ ആ ലിങ്ക് ആണ് ഏത് വരുന്നത്, കിങ്ഡം പ്രോട്ടിസ്റ്റ. ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫഞ്ചി. The cell contain nucleus and membrane bound organelles അല്ലെ. ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസും കാണുന്നുണ്ട്. ഇവയെ നമ്മൾ 5 ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. They are chrysophytes, second one dinoflagellates, third one euglenoids, fourth one slime molds, and the fifth last one sporozoans. അപ്പൊ ഇവയെ നമ്മൾ ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയെ ഇപ്പൊ നമുക്ക് ഓഡ്മാൻ ഔട്ട് ആയിട്ടൊക്കെ ചോദിക്കുകയാണ് വെച്ചാൽ ഇവ ഏതൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലെജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് സ്പോറോസോൺസ്. CDE അല്ലെ, CDESP ഇതാണ് വരുന്നത് കേട്ടോ. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലെജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് സ്പോറോസോൺസ്. അപ്പൊ നോക്കാം മക്കളെ, ഫസ്റ്റ് വൺ ക്രൈസോഫൈറ്റ്സ് ആണ്. ഈ ക്രൈസോഫൈറ്റ്സ് ഇൻക്ലൂഡ്സ് ഡയാറ്റംസ്. അവയിലാണ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ ഡെസ്മിഡ്സ് വരുന്നത്. അപ്പൊ ഈ ക്രൈസോഫൈറ്റ്സിൽ വരുന്ന പ്രോട്ടിസ്റ്റുകളാണ് ഡയാറ്റംസും ഡെസ്മിഡ്സും. They found in fresh water or marine water. ഫ്രഷ് വാട്ടറിലും കാണുന്നുണ്ട്, മെറൈൻ വാട്ടറും കാണുന്നുണ്ട്. മോസ്റ്റ്ലി ദേ ആർ പ്ലാങ്ക്ടോണിക്, അതായത് ദേ ആർ പാസീവ് സ്വിമ്മേഴ്സ്. വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പാസീവായിട്ട് സ്വിം ചെയ്ത് പോകുന്നവരാണ്. ആൻഡ് ദേ ആർ ഫോട്ടോസിന്തറ്റിക്. അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ the cell walls overlap to fit together like a soap box. ഇവിടെ സെൽ വാൾ എന്ത് ചെയ്യാണ്, ഒരു സോപ്പ് ബോക്സ് പോലെ, സോപ്പ് പെട്ടി പോലെ ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് their cell wall contains silica. ഇവിടെ സെൽ വാളില് സിലിക്ക ഉണ്ട്, ഹെൻസ് ഇൻഡസ്ട്രക്റ്റബിൾ. അവയെ പൊട്ടിക്കാൻ നമുക്ക് വല്ലാത്ത സ്ട്രോങ് ആണ് സെൽ വാൾ. അപ്പൊ ഈ ക്രൈസോഫൈറ്റ്സിന്റെ സെൽ വാളിലുള്ള സംഭവമാണ് സിലിക്ക. ഇനി ഈ ക്രൈസോഫൈറ്റ്സിന്റെ ഡെത്ത് നടന്നു കഴിഞ്ഞാലൊക്കെ തന്നെ ഇവിടെ their accumulation, ഈ സെൽ വാൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു പാറ പോലെ നിൽക്കും. അതിനാണ് നമ്മള് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയാം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. their accumulation forms diatomaceous earth used in polishing. അപ്പൊ എന്തിനൊക്കെയാണ് അവ യൂസ് ചെയ്യുന്നത്? പോളിഷിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പോളിഷിങ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ് ഇതിന് വേണ്ടിയിട്ട് ഡയറ്റമേഷ്യസ് എർത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഡയറ്റമേഷ്യസ് എർത്ത്, അവയുടെ യൂസ് എന്ന് പറയുന്നത്. ഈ സിലിക്ക എന്താണ് ഇതിന്റെ മുകളിൽ കാണുന്ന സെൽ വാൾ. ദ ഡയറ്റംസ് ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻസ് അല്ലെ. ഓഷ്യൻസിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നത് ആരാണ്? ഈ ഡയറ്റംസ് ആണ്. അതിലെ ക്രൈസോഫൈറ്റ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഡൈനോഫ്ലെജല്ലേറ്റ്. പേരിൽ തന്നെ നമുക്കറിയാം എന്താണ്, ഫ്ലെജല്ല ഉണ്ടാവും അല്ലെ, 2 ഫ്ലെജല്ലകൾ, ഡൈനോഫ്ലെജല്ലേറ്റ്സ്, മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ദ സെൽ വാൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റുകളുണ്ട് അവരുടെ സെൽ വാളില്. ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവ പല കളറിൽ കാണും, നല്ല അട്രാക്റ്റീവ് ആയിട്ട്. ദേ അപ്പിയേഴ്സ് യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ്, പല കളറിൽ കാണും. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദിയർ പിഗ്മെന്റ്സ് അല്ലെ. അപ്പൊ ഇങ്ങനെ പല കളറിൽ കാണുന്നവരാണ് ഡൈനോഫ്ലെജല്ലേറ്റ്സ്. ഇനി അവിടെ പേര് പറയുന്ന പോലെ ദേ ഹാവ് 2 ഫ്ലെജല്ല, 2 ഫ്ലെജല്ല ഉണ്ട്. 1 longitudinal and other transversely in a furrow between cell plates. 2 ഫ്ലെജല്ല കാണുന്നുണ്ട്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് കാണുന്നുണ്ട്, മറ്റേത് ട്രാൻസ്വേഴ്സ് ആയിട്ടും കാണുന്നുണ്ട്.
പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് റെഡ് ഡൈനോഫ്ലജെല്ലൈറ്റ്സ് ഗോണിയാലക്സ് ഫ്രോം റെഡ് ടൈഡ്സിന് അല്ലെ റെഡ് ടൈഡിന് കാരണമായിട്ടുള്ള ജീവി ഏതാണ്? റെഡ് ഡൈനോഫ്ലജെല്ലൈറ്റ്. അതിന്റെ പേര് ഗോണിയാലക്സ്. ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. റെഡ് ടൈഡ് കടലല്ലേ, ചെങ്കടലൊക്കെ ആവുന്നില്ലേ, നമ്മളിവിടെ റെഡ് ടൈഡ് വരുന്നുണ്ടല്ലേ. ഓക്കെ ദെൻ യുഗ്ലീനയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. യുഗ്ലീന ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള പ്രോട്ടിസ്റ്റുകളാണ്. മോസ്റ്റ്ലി ഫ്രഷ് വാട്ടർ ആൻഡ് ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് അവ കാണുന്നത് ഇങ്ങനെ. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ ദേ ഹാവ് പ്രോട്ടീൻ റിച്ച് ലെയർ പെല്ലിക്കിൾ. അപ്പൊ സെൽ വാളിന് പകരം ഇവയ്ക്ക് കാണുന്നത് പെല്ലിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലെയർ ആണ്. വിച്ച് മേക്സ് ദ ബോഡി ഫ്ലെക്സിബിൾ അല്ല, അവിടെ ബോഡിയെ നമുക്ക് മൂവ് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആക്കാൻ സഹായിക്കുന്നത് ഈ പെല്ലിക്കിളാണ്. ദേ ഹാവ് 2 flagella, 1 shoot and 1 long അല്ലെ. യുഗ്ലിനോയിഡ്സിനും ഇങ്ങനെ 2 ഫ്ലെജെല്ലാസ് ഉണ്ട്. ആൻഡ് ഫോട്ടോസിന്തറ്റിക്, ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയും ജീവിക്കാൻ പറ്റും. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ബട്ട് ബിക്കം ഹെറ്ററോട്രോഫ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് സൺലൈറ്റ്. സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ അവർ ഫോട്ടോസിന്തറ്റിക് ആയിട്ട് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്ത് ജീവിക്കാം. ഇനി സൺലൈറ്റ് ഇല്ലെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തും ജീവിക്കും, തോന്നിയ പോലെ ജീവിക്കും. എക്സാമ്പിൾ യുഗ്ലീന. ഓക്കെ കണ്ടോ, ഈ ചിത്രമൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് യുഗ്ലിനോയിഡ്സിന്റെ. ഇനിയുള്ളതാണ് സ്ലൈമോൾസ്. സ്ലൈമോൾസ് എന്ന് പറയുന്നത് ദേ ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് അല്ലെ. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് ഓർഗാനിക് മാറ്ററിന്റെ മുകളിലുള്ള അവയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് സാപ്രോഫൈറ്റ്സ്. Then they form aggregates to form plasmodium, grow on decaying twigs and leaves. So ഇങ്ങനെ പ്ലാസ്മോഡിയം ആയിട്ട് ഇങ്ങനെ പോയിട്ട് നിൽക്കും. നോക്കാം നമുക്ക് കണ്ടോ, ഇങ്ങനെ കുറേ ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞിട്ടാണ് അവ ഉണ്ടാകുന്നത്. അവ ഇങ്ങനെ ടിഗ്സ് ലീഫിന്റെ മുകളിൽ അതുപോലെ കമ്പുകളുടെ ഒക്കെ മുകളിൽ ഇങ്ങനെ വളരും പ്ലാസ്മോഡിയം ആയിട്ട്. ഈ പ്ലാസ്മോഡിയം ഫോംസ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബെയറിംഗ് സ്പോർസ് അറ്റ് ദെയർ ടിപ്സ്. പ്ലാസ്മോഡിയത്തിന്റെ മുകളിൽ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവും, അതിന്റെ മുകളിൽ സ്പോറുകൾ ഉണ്ടാവും. ദി സ്പോർസ് ഹാവ് ട്രൂ വാൾ വിച്ച് ആർ എക്സ്ട്രീംലി റെസിസ്റ്റന്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ ഒരുപാട് റെസിസ്റ്റന്റ് ആയിട്ട് കാണുന്നതാണ് ഇവയുടെ സ്പോറുകൾ. ഓക്കെ ഉണ്ടോ സ്ലൈമോൾസ്. ദെൻ ഇനിയുള്ളതാണ് പ്രോട്ടോസോൺസ് അല്ലെ. ഈ പ്രോട്ടോസോണുകൾ ആണ് പിന്നീട് ലാസ്റ്റ് പ്രോട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പിൽ വരുന്നത്. പ്രോട്ടോസോൺസ് ആൾ പ്രോട്ടോസോൺസ് ആർ ഹെറ്ററോട്രോഫ്സ്. ഇപ്പൊ നേരത്തെ നമ്മൾ സാപ്രോഫൈറ്റിക് എന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രോട്ടോസോൺസ് എന്താണ്? ഹെറ്ററോട്രോഫ്സ് ആണ്. ആൻഡ് ലിവ് ആസ് പ്രെഡേറ്റേഴ്സ് ആൻഡ് പാരസൈറ്റ്. എന്തായിട്ട് ജീവിക്കുന്നത്? ഹെറ്ററോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. മിക്കവാറും അവ എങ്ങനെയാണ്? പ്രെഡേറ്റേഴ്സ് അല്ലെ, ഇരപിടിയന്മാർ അല്ലെ, പ്രെഡേറ്റേഴ്സ് ആൻഡ് ഓർ പാരസൈറ്റ് അല്ലെ, പാരസൈറ്റുകൾ പരാദജീവികളായിട്ടാണ് ഇവ ജീവിക്കുന്നത്. They are believed to be primitive relatives of animals. ആനിമൽസിന്റെ ഏറെക്കുറെ സ്വഭാവം കാണിക്കുന്നുണ്ട്, അവയുടെ പൂർവികരാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് ദീസ് ആർ ഡിവൈഡഡ് ഇൻ ടു 4 major groups on the basis of locomotory organelle. 4 ഗ്രൂപ്പുകളാണ് ഈ പ്രോട്ടോസോൺസ് ഉള്ളത്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ amoeboid protozoan, second one flagellated protozoan, third one ciliated protozoan and the last one sporozoans. ഇങ്ങനെയാണ് 5 ഗ്രൂപ്പുകൾ. Then amoeboid protozoans വരുന്നത്, അമീബ വരുന്ന ഗ്രൂപ്പാണ് amoeboid protozoan. അവ നമുക്കറിയാം അമീബ എങ്ങനെ ഇരപിടിക്കുന്ന, they capture food by pseudopodia. അവയുടെ കപടപാദങ്ങൾ അല്ലെ, സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടാണ് അവ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നത്. And many of these amoeboid protozoans have silica shells on their surface അല്ലെ, അവയുടെ സർഫസിന്റെ മുകളിൽ സിലിക്ക ഷെല്ലുകളുണ്ട്. Some of them are parasitic. ഇപ്പൊ ഈ അമീബോയിഡിൽ പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു അമീബയാണ് എൻഡമീബ. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഫ്ലജെല്ലേറ്റഡ്. പേരിലുണ്ട് എന്താണ് ഫ്ലജെല്ല ഉണ്ടാവില്ല. ഇത് ഫ്രീ ലിവിംഗ് ഓർ പാരസൈറ്റിക് ആൻഡ് ദേ ഹാവ് ഫ്ലജെല്ല. ദേ കോസ് ഡിസീസ് ലൈക്ക് സ്ലീപ്പിംഗ് സിക്നസ്. ഇത് നീറ്റിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സ്ലീപ്പിംഗ് സിക്നസിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോൺ ആണ് ട്രിപ്പനോസോം. സ്ലീപ്പിംഗ് സിക്നസ്, ദെൻ ട്രിപ്പനോസോം
അതാണ് അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ദെൻ പിന്നീടുള്ളതാണ് സീലിയേറ്റഡ്. സീലിയ എന്ന് പറഞ്ഞാൽ നിറയെ ആക്റ്റീവ്ലി മൂവിങ് സീലിയാസ് ഇതിന്റെ മുകളിൽ കാണും. ദേ ആർ ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസം വിത്ത് തൗസൻഡ്സ് ഓഫ് സീലിയ, അല്ലെ? ഒരുപാട് സീലിയ, ഫ്ലെജല്ലാറിന് 1, 2, 3, 4 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. സീലിയ എന്ന് പറഞ്ഞാൽ നിറയെ ഉണ്ടാവും. എക്സാമ്പിൾ ആണ് പാരമീസിയം. പാരമീസിയം വരുന്ന ഇതിലാണ് സീലിയേറ്റഡ് പ്രോട്ടോസോൺസിലാണ് പാരമീസിയം വരുന്നത്. Then the last one, sporozoans. Sporozoans അവിടെ ഒക്കെ തന്നെ പേര് വെച്ചാൽ നമുക്ക് കിട്ടും. സ്പോറോസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോർസ് ഉള്ളത്. They have spore-like stage in their life cycle. സ്പോർ ഇവിടെ ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിന് എക്സാമ്പിൾ പ്ലാസ്മോഡിയം വിച്ച് കോസസ് മലേറിയ. മലേറിയക്ക് കാരണമായിട്ടുള്ള പ്ലാസ്മോഡിയം വരുന്നത് സ്പോറോസോൺസിലാണ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. പ്ലാസ്മോഡിയം മലേറിയ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? സ്പോറോസോൺസിലാണ്. അല്ലെങ്കിൽ മലേറിയക്ക് കാരണമായിട്ടുള്ള ഓർഗാനിസം ഏതാണ്? പ്ലാസ്മോഡിയം. അങ്ങനെയൊക്കെ ചോദിക്കാം. ഓൾ മെമ്പേഴ്സ് ആർ പാരസൈറ്റിക്, അല്ലെ? ഒക്കെ എന്താണ്? പാരസൈറ്റിക് ആണ്, മറ്റുള്ളവരെ ഉപദ്രവിച്ച് ജീവിക്കുന്നവരാണ്. ദ ലാക്ക് ലോക്കോമോട്ടറി ഓർഗനൽ. ഇവയ്ക്ക് എന്താണ്? സീലിയ, ഫ്ലെജല്ല അങ്ങനെയുള്ള ഒന്നുമില്ല, അല്ലെ? അപ്പോൾ ഇതാണ് സ്പോറോസോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മറിച്ച് നോക്കാൻ വേണ്ടി കാണിച്ചു തന്നല്ലോ കേട്ടോ, ഇവ എന്തൊക്കെയാണെന്നുള്ളത്. 5 കിങ്ഡംസില്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിലിപ്പോ അധികവും ക്വസ്റ്റ്യൻ ഒന്നും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറില്ല, കുറച്ച് മാർക്കിനാണ് ചോദിക്കാറുള്ളൂ. എന്നാലും നിങ്ങൾ ആ 1 മാർക്ക് 2 മാർക്കൊന്നും മിസ്സാക്കണ്ട. വളരെ പെട്ടെന്ന് ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഈ ചാപ്റ്ററിന്റെ 2 പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഭയങ്കര ലെങ്തി ആയി പോകും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ അടുത്ത പാർട്ട്, സെക്കൻഡ് പാർട്ട് പിന്നീടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഈ പ്രോട്ടിസ്റ്റ വരെയുള്ളത്. ഇനി ഫഞ്ചി നമുക്ക് പറയാനുണ്ട്. നോക്കാം നമുക്ക്. ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലെ? നോക്കാം. ഏതാ? യൂഗ്ലീന പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ മൈക്കോപ്ലാസ്മ ഏതിലാ വരുന്നത്? ഓക്കെ, മൈക്കോപ്ലാസ്മ മൊനേറയിലാണ് വരുന്നത്. ഈ സ്ലൈഡുകൾ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് പോയാൽ മതി കേട്ടോ, എന്നാ കിട്ടും. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയാറ്റംസ്. ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻസ് ആർ യൂസ്ഫുൾ ടു us ഈവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. ഇല്ലേ? ഈ ഡയാറ്റംസിനെ നമുക്ക് പിന്നീട് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നത് ഡെത്ത് കഴിഞ്ഞാൽ? എങ്ങനെയാണ്? ഡയറ്റമേഷ്യസ് എർത്ത്, അല്ലെ? ഡയറ്റമേഷ്യസ് എർത്ത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? പോളിഷിങ്ങിന്, അതുപോലെ പിന്നെ ഓയിലിന്റെ ഇതിനൊക്കെ വേണ്ടിയിട്ട്, ഫിൽട്രേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അവ യൂസ്ഫുൾ ആകുന്നത്. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വന്നാണ് ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, നെയിം ദ ഓർഗാനിസം. ഈ ഓർഗാനിസം ഏതാ മക്കളെ? നിങ്ങൾക്കൊക്കെ അറിയുന്ന ഓർഗാനിസം തന്നെ, യൂഗ്ലീന, അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ അധികവും ചോദിക്കാറുള്ളത്. അപ്പൊ മക്കളെ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ അതിഗംഭീരമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കുട്ടികളായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.